പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ TRF എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ പിന്തുണയോടെയാണ് ആക്രമണമെന്നും UN സുരക്ഷാ കൗൺസിലിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന് പാകിസ്ഥാൻ സംരക്ഷണം നൽകുന്നതായും UN സുരക്ഷാ കൗൺസിലിന്റെ വാർഷിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഭീകര സംഘടനകളെക്കുറിച്ചുള്ള 36ാമത് വാർഷിക വിശകലന റിപ്പോർട്ടിലാണ് ഭാരതത്തിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പങ്ക് വ്യക്തമാക്കുന്നത്. പഹൽഗാമിൽ 5 ഭീകരരാണ് ആക്രമണം നടത്തിയത്. അവർ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഭാഗമായിരുന്നു. റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന TRF ആകട്ടെ പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധപ്പെട്ട സംഘടനയാണ്. ഭീകരാക്രമണം നടന്ന അന്ന് തന്നെ TRF ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ സഹിതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംഭവം നടന്ന 6ാം നാൾ TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ചെങ്കിലും പിന്നീട് ഒരു സംഘടനയും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. TRFന് വേണ്ട സഹായങ്ങൾ നൽകുന്നത് പാകിസ്ഥാനാണെന്നും UN സുരക്ഷാ കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ പിന്തുണയില്ലാതെ TRFന് ആക്രമണങ്ങൾ നടത്താനാവില്ല. അതേസമയം ലഷ്കർ-ഇ-തൊയ്ബ എന്ന സംഘടന തന്നെ നിലവിൽ ഇല്ലെന്നായിരുന്നു പാകിസ്ഥാൻ വാദമെന്നും UN സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം ലക്ഷ്യം വെച്ചത് പാക് അധീന കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങളാണെന്നും UN സുരക്ഷാ കൗൺസിലിന്റെ വാർഷിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതാദ്യമായാണ് UNന്റെ ഔദ്യോഗിക രേഖകളിൽ TRF ഭീകര സംഘടന എന്ന നിലയിൽ ഇടം പിടിക്കുന്നത്. ജനം, ഡൽഹി.